തിരുവനന്തപുരം പൂവാറിലെ കപ്പൽ നിർമ്മാണശാലയ്ക്ക് നേരെ മുഖം തിരിച്ച് സംസ്ഥാന സർക്കാർ. കേന്ദ്രമയച്ച കത്തിന് സംസ്ഥാനത്തിന്റെ അവഗണന. കപ്പൽ നിർമ്മാണശാലയ്ക്ക് 3000 ഏക്കർ സ്ഥലം കണ്ടെത്തണമെന്ന് കേന്ദ്രം. കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം കേരളത്തിന് അയച്ച കത്ത് ജനം ടിവിക്ക്. 2024 ജൂലൈ മാസത്തിലാണ് കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് കത്തെഴുതുന്നത്. അതായത് 2000 മുതൽ 3000 ഏക്കർ വരെ സ്ഥലം പൂവാറ് ഷിപ്പ് അതായത് കപ്പൽ നിർമ്മാണശാല നിർമ്മിക്കാനായിട്ട് കണ്ടെത്തി കൊടുക്കുക. പക്ഷേ സർക്കാർ അതിൽ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല എന്നാണ് കഴിഞ്ഞ 2 വാർത്തകളിലൂടെ ജനം ടി വി പുറത്തുവിട്ടത്. വിവരാവകാശ നിയമപ്രകാരം ചോദ്യം ചോദിക്കുന്ന സമയത്ത് സർക്കാർ പറയുന്നത് അങ്ങനെ കത്ത് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ കത്തിന് മറുപടി കൊടുത്തിട്ടില്ല. ആ കത്തിൻ്റെ പൂർണ്ണ രൂപമാണ് ഇന്ന് ജനം ടി വി പുറത്തുവിടുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് സമീപമായി തന്നെ 2000 മുതൽ 3000 ഏക്കർ സ്ഥലം പൂവാർ കപ്പൽ നിർമ്മാണശാലയ്ക്കായി ഏറ്റെടുത്ത് നൽകണമെന്ന് കേന്ദ്രം കേരളത്തിന് കത്തെഴുതിയത്. ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന പദ്ധതികൾ ഭാരതത്തിലുടനീളം കേന്ദ്രം ആസൂത്രണം ചെയ്യുന്നുണ്ട്. എന്നാൽ വികസന പദ്ധതിയോട് മുഖം തിരിക്കുന്ന നിലപാടാണ് കേരളം സ്വീകരിക്കുന്നത്. $7,580 കോടി രൂപയാണ് മാരിടൈം മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. ആഗോള കടൽ വ്യവസായത്തിൽ കപ്പൽ നിർമ്മാണത്തിനും കപ്പലിന്റെ അറ്റകുറ്റപ്പണികൾക്കുമായി കപ്പൽ നിർമ്മാണശാലയെ വിനിയോഗിക്കാൻ സാധിക്കുമെന്നും കേന്ദ്രം കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ തുറമുഖ വകുപ്പോ സർക്കാരോ ഈ കത്തിന് മറുപടി നൽകുന്നില്ല. 2011 മുതൽ സ്ഥലമേറ്റെടുത്ത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയിപ്പുണ്ടായിട്ടും സംസ്ഥാന സർക്കാർ തികഞ്ഞ അലംഭാവമാണ് ഈ വിഷയത്തിൽ കാണിക്കുന്നത്. ഈ കപ്പൽ നിർമ്മാണശാല തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കുന്ന മാറ്റം വലുതായിരിക്കും. കൂടാതെ 1000 പേർക്ക് നേരിട്ടും അല്ലാതെയും തൊഴിലവസരങ്ങൾ ലഭിക്കും. അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നിന്നും കേരളത്തിന് ഒരുപടി മുന്നേ സഞ്ചരിക്കാൻ സാധിക്കും. ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഈ ആശയം സംസ്ഥാന സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നതിലൂടെ വലിയ നഷ്ടമായിരിക്കും കേരളത്തിന് വരാൻ പോകുന്നത്. ടിൻഡു ദാസ്, ജനം, തിരുവനന്തപുരം.